കത്തി കഴിഞ്ഞ് ദൈവം എന്നെ വിളിച്ചോർത്ത് ദൈവത്തെ ചിന്തിക്കുന്നു സ്വന്തം കഴിഞ്ഞ് ദൈവദാസനും ദൈവമക്കൾ നമ്മുടെ മുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ചതിനെ സാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2025 വർഷം ജൂൺ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച സഭായോഗത്തിൽ നിങ്ങൾക്ക് കുടുംബമായ ദൈവസന്നിധിയിൽ ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ മഹത്വപ്പെടുത്താൻ കർത്താവ് നൽകിയ ആയുസ് മാർഗ്ഗത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നല്ല ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന അതിഥികൾക്കായി സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർണ ഭാഗം കഥാനാത്മാവ് സ്തോത്രം കേൾപ്പിച്ചനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. രണ്ട് കാര്യത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തോത്രം. ഒന്ന്, വിഷയം 25 തീയതി ബുധനാഴ്ച നടന്ന എബിയുടെയും കാരലിൻ്റെ വിവാഹത്തിൻ്റെ ആ ശുശ്രൂഷകളായിരുന്നു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വളരെ 2 വർഷത്തിന് ശേഷം ഒരു ലൈവായിട്ടുള്ളൊരു ഇംഗ്ലീഷ് മെസ്സേജ് കർത്താദാസൻ നബി അരുൾ നിമിത്തം മുഖാന്തരമായി കേൾപ്പാൻ കർത്താവ് ഇടവർത്തിയതോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വളരെ ആത്മാവിൽ സന്തോഷിപ്പാൻ കർത്താവിനെ സഹായിച്ചതായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആ വിവാഹത്തിന് ഞങ്ങളെ കുടുംബമായി ക്ഷണിച്ചത് ലാൽ പാസ്റ്റർ ആയിരുന്നു. അതോടൊത്ത് സ്തോത്രം ചെയ്യുന്ന ദേവദാസൻ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കൊണ്ടുപോകാനൊക്കെ ഉള്ള കാലം എപ്പോഴും കുറച്ച് നാളായിട്ട് കർത്താവ് പാസ്റ്ററാണ് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോകുന്നത്. അതോടൊത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ അവിടെ ആ ശുശ്രൂഷയിൽ അവിടെ ചെന്ന് അവരെ അനുഗ്രഹിച്ച് വരാൻ വേണ്ടി ഒറ്റൊരു ചിന്ത. കാരണം ഏകദേശം ഒരു 5-6 വർഷമായി വിവാഹ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തിട്ട് സ്തോത്രം താല്പര്യമില്ല, പോയിരിക്കും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വരും അല്ലാതെ. പക്ഷേ പാസ്റ്റർ എന്നെ വിളിച്ചു. പൂർണ്ണമായി ഇങ്ങനത്തെ വെള്ള ഷർട്ടുമില്ലായിരുന്നു, എന്നാൽ വെള്ള ഷർട്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളായിരുന്നു കയ്യിൽ. ബലമായിട്ട് ആണ് ഞാൻ പോയത്, കാരണം വേറെ ഒന്നും ഇല്ലല്ലോ. പക്ഷേ പാസ്റ്റർ അവിടെ വിളിച്ചു. SMBC കോളിൻ്റെ 2 സിരി പാസ്റ്ററും അതുപോലെ നമ്മുടെ സെക്ഷൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പി.ഡി. ജോൺസൺ പാസ്റ്റർ, 2 പ്രസിഡന്റ്മാർ ഇരിക്കുന്ന വേദിയിൽ എബി അരൂർ പാസ്റ്റർ എന്ന ലോകം അറിയുന്ന ഒരു ദൈവദാസൻ, അവർ മാത്രമല്ല ഇൻഡോറിൽ നിന്ന് വന്ന ടൈറ്റസ് പാസ്റ്ററും, ഇവരെല്ലാം ഇരിക്കുന്ന നടുവിൽ എന്നെ വിളിച്ച് സ്തോത്രം ഇരുത്ത മാത്രമല്ല സങ്കീർത്തനം വായിക്കാനും പറഞ്ഞു. 45-ാം സങ്കീർത്തനം ഞാൻ 10 വർഷമായി വായിച്ചിട്ട് സ്തോത്രം 10 വർഷമായി വായിച്ചിട്ട് കേട്ടിട്ടും ഈ അടുത്തൊന്നും നമ്മുടെ കല്യാണ ശുശ്രൂഷകളൊന്നും 45 വായിക്കാറില്ല. 1 കുറയാതെ ലേഖനം 13-ാം അധ്യായമാണ് വായിക്കുന്നത്. സ്തോത്രം. എൻ്റെ കൊച്ചു ബൈബിളും പിന്നെ മൊബൈൽ ഫോണും ആദ്യമായിട്ടൊരു പൊതു സദസ്സ് മൊബൈൽ ഫോൺ നോക്കി വായിക്കേണ്ടി വന്നു. പക്ഷേ പി.ഡി. ജോൺസൺ പാസ്റ്റർ സഹായിച്ചു. ഒരു 5 തവണയെങ്കിലും തെറ്റിപ്പോയി. 5 തവണ തെറ്റിപ്പോയി. എൻ്റെ ഭാര്യ അന്ന് രാത്രി വരെയും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് മടിയില്ല, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പാസ്റ്ററിൻ്റെ ഭാര്യയല്ലേ, നിങ്ങൾ ആരെയും ഇനി ആരെയും കാണുമ്പോൾ അയ്യോ ആൻറ്റി പാസ്റ്റർ ഇങ്ങനെയുള്ള ആളായിരുന്നോ എന്ന് ചിന്തിച്ചാലും വിഷയമില്ല. കാരണം അന്ന് പലരും തെറ്റിച്ചു. എനിക്കില്ല ദൂത്, എനിക്ക് പറയാനുള്ള ദൂന്ന് അനീച്ചാന്ന് പറഞ്ഞു. സ്തോത്രം. പോട്ടെ, മനുഷ്യനാണല്ലോ ആവും. പക്ഷെ എനിക്കതല്ല. സ്തോത്രം. ഹന്ന പറഞ്ഞ പോലെ അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ പ്രഭുക്കന്മാരെ കൂടെ ഇരുത്തുന്ന ദൈവം. പ്രൈസ് ലോർഡ്. ഈ നാൾ ഇവിടെ വന്ന ശേഷം ഒരു ഉയർച്ച ദേവദാസന്മാരുടെ അതേ പ്രഭുക്കന്മാരുടെ കൂടി ഇരുത്തിയ ഒരു വേദിയായിരുന്നു അത്. അതിന് മുഖാന്തരമായിട്ടുള്ള പാസ്റ്റർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഇത്രയും തെറ്റിയിട്ട് ആ പാസ്റ്റർമാർ ഒരു കമാനുരക്ഷം അവരുടെ കൂടെ കഴിച്ചു, നന്മ ലഭിച്ചു. വി.ഡി. തോമസ് പാസ്റ്റർ നന്മ തന്നു. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുവരെ കമാനുരക്ഷം എൻ്റെ ഭാര്യയല്ലാതെ സീനിയർ പാസ്റ്റർമാർ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇനി നിങ്ങൾ ആരും പറഞ്ഞാലും ഇപ്പം എനിക്ക് വിഷയമില്ല, കാരണം ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ. സ്തോത്രം. അപ്പോൾ കർത്താവ് വിചാരിച്ചാൽ എന്നും പറഞ്ഞ് ഞാൻ ഒട്ടും നെകളവുമില്ല. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് കർത്താവെ എന്തിനു വേണ്ടി എന്നെ അവിടെ ഇരുത്തിയത് ഒരു വിഷയം അറിയില്ല. മാത്രമല്ല ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോൾ ഏറ്റവും മുമ്പിൽ ഫോട്ടോക്കാരൻ ഞാൻ പുറകിൽ നിന്ന് വരുത്തിച്ച് കസാര ഇട്ട് തന്ന് മുമ്പിൽ ഇരുത്തിച്ചു. ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ ഫ്രണ്ടിലാണ്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളോട് സഭയോട് നന്ദി അറിയിക്കുന്നു, പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു, നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു. സ്തോത്രം. ആരെങ്കിലും വീഡിയോ അവർ കാണും, എന്തായാലും അവർ വീഡിയോ കാണുമല്ലോ. നമ്മളാരെയും കണ്ടാൽ സ്തോത്രം ഓർത്താൽ മതി. പാസ്റ്റർ അങ്ങനെ അത്രേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്. അത് ഉയർത്തുവാൻ ഒരു മനസ്സ് ഞാൻ ഓർക്കാൻ ലാലു പാസ്റ്റർ ഓർത്തും മറ്റു ദേവദാസനെ ഓർത്തും അവർ നല്ല മനസ്സ്, അതൊന്നും പറയാതെ സ്വീകരിപ്പാൻ നല്ല മനസ്സിലോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഒരു കാര്യം കൂടി ഓർപ്പിച്ച്, കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏകദേശം 3 ആഴ്ചയായിട്ട് ദൈവാത്മാ തന്ന ഒരു സ്വപ്നം വളരെ നമ്മുടെ സഭയിൽ 2 ദിവസമായിട്ട് ആ സ്വപ്നം അടുപ്പിച്ച് തന്നു. സഭയിലായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു മോളുടെ
ഞാൻ പേരും കാര്യമൊന്നും എനിക്ക് അത് നല്ലോണം അറിയാം, കർത്താവ്, പക്ഷെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലവണ്ണം ദൈവം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ഒരു മുഖമാണ് ദൈവാത്മാവ് ആദ്യത്തെ ദിവസം കാണിച്ചത്. ഞാൻ സാരമില്ലെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിട്ടു. പക്ഷെ രണ്ടാം ദിവസം വീണ്ടും അതേ വ്യക്തമായി കുഞ്ഞിൻ്റെ അതേ മുഖം കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു, സഭയിൽ പറയണം. കാരണം അത് വിങ്ങി പൊട്ടുന്ന അനേക കുഞ്ഞുങ്ങൾ. വീടുണ്ട്, കാറുണ്ട്, നല്ല സ്കൂളുണ്ട്, വിദ്യാഭ്യാസത്തിന് പപ്പയും മമ്മിയും ഉണ്ട്. ചില പപ്പ മമ്മി അടുത്തുമില്ല, അല്ലേ? ചില വീട്ടിലൊക്കെ പപ്പയും മമ്മി അടുത്തില്ല. എന്ത് കാരണമെന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ ദൈവസഭ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചു പിള്ളേർ മുതൽ അതേ പ്രായമുള്ള ദൂരദേശങ്ങളിൽ പാർക്കോ അവർ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലാതെ പഠിക്കാൻ വേണ്ടി പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് വ്യക്തമായി അറിയിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നത് മാത്രമുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ 3 ആഴ്ച അടക്കി വെച്ചതിൻ്റെ ഹൃദയവേദന എനിക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും എത്ര അവർ വിദ്യാഭ്യാസം പ്രാപിച്ചാലും ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുന്ന, ഇന്ന് പകലും നിങ്ങളെല്ലാം അത് ചെയ്തു, കുടുംബ പ്രാർത്ഥന നടത്തി, കുടുംബ പ്രാർത്ഥന ആരാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രൈസ് കർത്താവ് നമ്മൾ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മക്കളുടെ വിഷയം ഒട്ടും നിങ്ങൾ അപ്പന്മാരാണ്, പക്ഷേ അപ്പനമ്മമാരായിട്ട് പോലും ദൈവാത്മാവ് എന്നെ കാണിച്ചുവെങ്കിലോ, മക്കളില്ലാത്ത എനിക്ക് ദൈവം ആ ഒരു വെളിപ്പാട് തന്നെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും എൻ്റെ ആ മുമ്പിൽ നിന്ന് മുഖം മാറുന്നില്ല. സ്തോത്രം. ആ കുഞ്ഞ് പുറകിൽ നിന്ന് അവള് പുറമേ നിന്ന് കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്, അവൾ ഹാപ്പിയാണ്, എല്ലാ കാര്യമുണ്ട്. അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങളും. പക്ഷെ ഉള്ളിൽ നീറുന്ന അതേ രക്തം വാർന്ന് ഉറ്റുറ്റ് രക്തം വീഴുന്ന പോലെ ഒരു വേദനയാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യും. എല്ലാം തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കുകയും ഒരു പാട്ട് പാടി ഓഫറിംഗ് എടുക്കുകയും ചെയ്യാം. കൂടുതലും കേൾക്കുവാനായിട്ടുള്ള ഞാൻ തന്നല്ലോ. ദേവദാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ലോകം ഒരു സമുദ്രത്തിന് തുല്യമാണ്. നമ്മൾ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ അക്കരെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മളൊരു പടകിൽ യാത്ര ചെയ്യുക. എങ്ങോട്ടാ പടകിൽ യാത്ര ചെയ്യുന്നത്? കടലിലൂടെ ഒരു പടകിൽ അക്കരയ്ക്ക് പോകുന്നവരാണ്. അക്കരയ്ക്ക് പോകുന്നവരാണ്, ദൈവരാജ്യത്തിലേക്ക് പോകുന്നവരാണ്, അക്കരയ്ക്ക് യാത്ര സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. തിരമാലകളെ അതിജീവിക്കാതെ ഈ പടകിന് പോകാൻ കഴിയില്ല. കാറ്റിനെ അതിജീവിക്കാതെ ഈ പടകിന് പോകാൻ കഴിയില്ല. സീസൺ മാറുന്നതിനനുസരിച്ച് തിരമാലകളും കാറ്റും കോളും മഴയും വെയിലും ഇതൊക്കെ എത്തി മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ യാത്രക്കാരൻ സുരക്ഷിതരായിട്ടിരിക്കാൻ സുരക്ഷിതരായിട്ടിരിക്കാൻ കാരണം ഈ പടകിൽ യേശു എന്നുള്ളതാണ്. മറ്റാരെക്കാളും മറ്റേതിനേക്കാളും മറ്റാരൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും യേശു ഈ പടകിനകത്തുണ്ടെങ്കിൽ യാത്ര സുരക്ഷിതമാണ്. യാത്ര സുരക്ഷിതമാണ്. അത് കാറ്റോ കോളോ എന്തോ വന്നുകൊള്ളട്ടെ, അത് എല്ലാത്തിനും കീഴടക്കാൻ തക്കവണ്ണം, എല്ലാത്തിനെയും അടക്കി നിർത്താൻ കഴിവുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ, കാറ്റിന്റെ മേൽ അധികാരമുള്ളവൻ, തിരമാലകളുടെ മേൽ അധികാരമുള്ളവൻ. അവൻ പറയുകയാണ്, കാറ്റേ ശാസിച്ചോ, നീ അടങ്ങുക. കടലിളകുന്നതിന്റെ കാരണം അല്ലേ? കടൽ ഇളകുന്നതിന്റെ കാരണം കാറ്റടിക്കുന്നതാണ്. കാറ്റിന്റെ കാരണം പിശാചിന്റെ അകത്തെത്തുകയാണ്, ശക്തമായിട്ട് പ്രവർത്തിക്കുക ഇല്ലേ? ഹല്ലേലൂയ. ശക്തമായി പ്രവർത്തിക്കുകയാ. ഞാൻ നിങ്ങളെ നോക്കിക്കളയും, ഞാൻ നിങ്ങളെ തകർത്ത് കളയോ, അക്കരയ്ക്ക് എത്തിക്കുവാൻ ഞാൻ അനുവദിക്കില്ല, അക്കരയ്ക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങൾ പ്രതീക്ഷയോടെ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ പിശാച് പറയുന്നു, നിങ്ങൾ നിത്യത കാണുകയില്ല, അക്കരയ്ക്ക് ഞാൻ നിങ്ങളെ എത്തിക്കില്ല, ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയില്ല. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ഞാൻ നിങ്ങളെ നോക്കിക്കളയോ, ഈ ലോകമാകുന്ന
സമുദ്രത്തിൽ ഞാൻ നിങ്ങളെ ഒതുക്കി കളയാം. പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ പടകിലുള്ളത് കൊണ്ട് നീ അങ്ങനെ സ്തോത്രം. ഈ പടകിലൂടെ അപ്പുറത്തേക്ക് നാം യാത്ര ചെയ്യേണ്ടവരാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 29-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യഹോവ ജലപ്രളയത്തിന്റെ മീതെ ഇരുന്നു. യഹോവ എന്നേക്കും. ഫ്ലഡ് വന്നോട്ടെ, അതിന്റെ മേലിൽ കയറി കർത്താവ് എന്തെയും. കാറ്റ് വന്നോട്ടെ, അതിന് മുകളിൽ കയറി എന്തെയും. അവൻ എന്നേക്കും രാജാവായിരിക്കും. ജലപ്രളയം വന്നുകൊള്ളട്ടെ, പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ, കഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, യഹോവ അതിന്റെ മുകളിൽ രാജാവാണ്. യഹോവ അതിന്റെ കീഴിലല്ല, യഹോവ അതിന്റെ മുകളിലാണ്. നിങ്ങൾ തകർക്കാൻ വേണ്ടി ആയിരിക്കുന്ന കഷ്ടതയുടെ കാറ്റുകൾ, പ്രതിസന്ധിയുടെ കാറ്റുകൾ, രോഗത്തിന്റെ കാറ്റുകൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ, അത് നിന്നെ മൂക്കിക്കളയാ. വിശ്വാസം ശ്രമിക്കുമ്പോൾ എന്റെ കർത്താവ് അതിനെ ശാസിക്കുകയാണ്. കാറ്റ് അടങ്ങുക, കടല് ശാന്തമാകുക. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞാൽ കാറ്റിനെ അടക്കാൻ നമുക്ക് കഴിയും. ഈ പടക് തകർന്നു പോകുകയും ഈ പടക് തകർന്നു പോകുകയില്ല. ഈ പടക് ആത്മശക്തിയോടെ മുൻപോട്ട് പോകുകയാണ്. സ്തോത്രം. കടലിൽ യാത്ര ചെയ്തവർക്കറിയാം അതിൻ്റെ ഭയാനകത എന്താണ്. കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, കരഭാഗം കാണില്ല. 4 സൈഡിൽ ചുറ്റി നോക്കിയാൽ എന്തായിരിക്കും? വെള്ളം മാത്രമേ ഉള്ളൂ, കര കാണില്ല. ഭയാനകം തോന്നും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുവിലാണോ നിൽക്കുന്നതെന്ന് ഭയം തോന്നും. ഞാൻ പോയിട്ടുണ്ട് കുറച്ചൊക്കെ. 3 നോട്ടിക്കൽ മൈൽ വരെ കടലിലൂടെ ചെയ്തിട്ടുണ്ട്. അകത്ത് വള്ളത്തിനകത്ത് പോയിട്ടുണ്ട്. സഹോദരന്മാർ, ഞങ്ങൾ പാസ്റ്റർമാരെ കുറേ ആളുകൾ എന്ത് ചെയ്തു കൊണ്ടുപോയി. ഹല്ലേലൂയ. പാസ്റ്റർ കൊണ്ടുപോകാൻ പറഞ്ഞ് ഞങ്ങൾ പാസ്റ്റർമാർ 4-5 പേര് എന്ത് ചെയ്തു. അല്ലെങ്കിൽ രാജൻ പാസ്റ്റർ ഉണ്ടായിരുന്നു മമ്മി അതിനകത്ത്, രാജൻ പാസ്റ്റർ ഉണ്ടായിരുന്നു അതിനകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ പോയി കണ്ടു. ഹല്ലേലൂയ. ഭയാനകമാണ്, പേടിച്ചു പോകും, ഭയപ്പെട്ടു പോകും. പക്ഷെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അവിടെ ധൈര്യം ഭയങ്കരമാണ്. ധൈര്യം ഭയങ്കരമാണ്. ഏത് സമയം വേണമെങ്കിലും കാലാവസ്ഥയുടെ ഗതി മാറാം. ഏത് സമയം വേണമെങ്കിലും ഹല്ലേലൂയ കോളുകൾ വരാം. അല്ലെങ്കിൽ കടല് ഇളകാൻ സാധ്യതകളുണ്ട്, കാറ്റ് വരാൻ സാധ്യതകളുണ്ട്, മഴ വരാൻ സാധ്യതകളുണ്ട്. ആ ദിക്കിനെ അവർ തിരിച്ചറിഞ്ഞിട്ട് അടുത്ത ദിക്കിലേക്ക് അവർ യാത്ര ചെയ്യാം. ആ കാറ്റിനെ അതിജീവിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ അവർ ആ കാറ്റിനെ അതിജീവിക്കുവാൻ വേണ്ടി അവർ അതിവേഗത്തിൽ കരയിലേക്ക് യാത്ര ചെയ്യോ, മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യോ. എന്തിനു വേണ്ടിയാണ്? കാടലും അതിനെ മുക്കിക്കളയാതിരിക്കേണ്ടതിന്, അതവരെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന്. ഭയാനകമാണ്. ഭയാനകമാകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ അവൻ സമുദ്രങ്ങളുടെ മുഴക്കമോ, തിരമാലകളുടെ കോപമോ, ജാതികളുടെ കലക്കമോ 3 കാര്യം വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അവൻ സമുദ്രങ്ങളുടെ മുഴക്കം ചെയ്യും. മുഴങ്ങുന്നത് സുനാമിയൊക്കെ അവിടെ എന്ത് ചോക്കി, സുനാമി അടിച്ചപ്പോൾ എത്ര ആയുധങ്ങളാണ് വിട്ടുപോയത്, നശിച്ചു പോയത്. അവിടെ ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. കടലിനോട് ദൈവം പറഞ്ഞിരിക്കുന്നു, ഒരു അതിചിട്ടുണ്ട്, മണൽ കൊണ്ട് അതിചിട്ടുണ്ട്. കടലെ തിരമാലയെ ഇതിന് ഇപ്പുറം ഇങ്ങോട്ട് എന്ത് ചെയ്യല്ലേ, ചലിച്ചു പോകരുത്. അവിടെ നിന്നോണം, അവിടെ നിന്നോണം. കടലിന്റെ ഗർവം, തിരമാലയുടെ ഗർവം, ഹല്ലേലൂയ, ഈ മണൽത്തിട്ടകളിൽ വന്ന് തട്ടുമ്പോൾ അതിന്റെ ഗർവം അവിടെ അടങ്ങുകയാ, അതിന്റെ ഗർവം അവിടെ അടങ്ങുകയാ. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഒന്ന് പറഞ്ഞാൽ മതി കടലിനോട്, അവിടെ അടങ്ങേണ്ട കുറച്ചും കൂടെ കയറിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ കടലിളക്കം ഉണ്ടാകും, അവിടെ പ്രശ്നം ഉണ്ടാകും.
അവിടെ അതെല്ലാം നശിപ്പിക്കുവാനായിട്ടിടയായിത്തീരും. തമ്പുരാൻ അതിനെതിരെയാണ്. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലക്കവും. ജാതികൾക്ക് എന്ത് കലക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? ജാതികൾ തമ്മിൽ എന്ത് ചെയ്യുകയാണ്? കലക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാ. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ജാതികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ജാതികളുടെ കലക്കത്തെ എന്ത് ചെയ്തു? അവന്ന് പറഞ്ഞതേ ഉള്ളൂ. യുദ്ധം രണ്ട് രാജ്യങ്ങളോട് പറഞ്ഞു, യുദ്ധം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. മതി മതി. ഫൈറ്റർ വിമാനങ്ങളൊക്കെ എന്ത് ചെയ്തോ? പെട്ടെന്ന് താഴെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞപ്പോ സഡൻലി ഒറ്റ നിമിഷം കൊണ്ട് യുദ്ധമെല്ലാം എന്ത് ചെയ്തു? ജാതികളുടെ കലക്കത്തെ ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ. അല്ലേ? ഒറ്റ വാക്യം പറഞ്ഞു, മതി, നിർത്തിക്കോ. അവിടെ നമ്മളെല്ലാം എന്ത് ചെയ്തു? നമ്മൾ ഞാനിങ്ങോട്ട് പറയാൻ പറ്റിയായിരിക്കും. നമ്മൾ കുറെ കിടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തേ അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. ആയിരങ്ങൾ മരിച്ചു വീഴുകയാ. ആയിരങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാ. ആയിരങ്ങൾക്ക് ഭവനം നഷ്ടപ്പെടുകയാ. ആയിരങ്ങൾ ഹോസ്പിറ്റലിൽ അഭയം തേടിയിരിക്കുകയാ. ഭക്ഷണമില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, കുടിക്കാൻ വെള്ളമില്ലാതെ ആളുടെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജാതികളുടെ കലകത്തെ ജാതികളുടെ കലകത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രശ്നമില്ലല്ലോ, ഇങ്ങനൊക്കെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതോ സംതിങ് പ്രശ്നമുണ്ട്. എനിക്കത് പ്രശ്നമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇല്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് ചിന്തിച്ച ഇല്ല. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവ് നമുക്ക് നമ്മൾ ആരും സുരക്ഷിത ലോകത്തിലല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ, ദൈവശക്തി നമ്മുടെ മേൽ പകരുവാൻ, നമ്മെ ആളുകൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പടകിലുണ്ടാകുന്ന തിരമാലകളെ ശാന്തമാക്കും, കൊടുങ്കാറ്റുകളെ ശാന്തമാക്കും, കഷ്ടതയുടെ പ്രതിസന്ധികളെ ശാന്തമാക്കും. ഈ സ്വർഗവും ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യേശു നമ്മുടെ രക്ഷകനാണ്. എല്ലാവരും കണ്ണുകളെ അടച്ചു, എല്ലാവരും കണ്ണുകളെ അടച്ചു. ദൈവ സാന്നിധ്യപ്പെടുകയും മഹത്വത്തോടെ വെളിപ്പെടുവാൻ കാറ്റിനെ ശാസിച്ച ദൈവം അല്ല, കടലിനോട് അടങ്ങിയിരിക്കുക എന്ന് അരുളി ചെയ്ത ദൈവം ഇത് പകൽ ആളുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാറ്റുകളെ ഒന്ന് ശാസിക്കാൻ ആളുടെ ദൈവ സാന്നിധ്യം നമ്മുടെ പേരൊന്ന് വരുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, എൻ്റെ തലമുറകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ആ കാറ്റുകൾ, ആ ഓട്ടങ്ങൾ, ആ തിരമാലകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിനെ ശാസിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അഭിഷേക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ശാസിച്ചതുപോലെ ഞങ്ങളുടെ കൽപ്പനകളെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ ദൈവം ശാസിക്കും. मेरो शबनारि बलाज गले रे मेरे हाईवे सवेरे वे शगा बलाजले ओ परमोन्नतने सर्वशक्तने हालेलुया ओ पेरा पे वे शबलाज प्रेज़ द लॉर्ड. ഹാലൂയ, ജനത്തെ ദൈവം അനുഗ്രഹിച്ച വസ്തുതയിലേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കണ്ണുകളൊക്കെ വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ അപ്പച്ചൻ പ്രാർത്ഥിക്കാം. സ്തോത്രം.